നമസ്കാരം. ഇറാനുമായി ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസ്താവന അന്താരാഷ്ട്ര രാഷ്ട്രീയ രംഗത്ത് പുതിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. ഇറാനുമായി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി നയതന്ത്രപരമായ നീക്കങ്ങൾ ശക്തമാക്കുന്നതിനിടെ ഇറാന്റെ ഏറ്റവും ആദരണീയനായ നേതാവുമായി സംസാരിച്ചിട്ടുണ്ട് എന്ന ട്രംപിന്റെ അവകാശവാദം ശ്രദ്ധേയമായിരിക്കുകയാണ്. ഈ പരാമർശം പുറത്തു വന്നതോടെ അത് ഇറാന്റെ പരമോന്നത നേതാവായി കരുതപ്പെടുന്ന മുജ്തബ ഖമേനി ആണോ എന്ന ചോദ്യവും ഉയർന്നു. എന്നാൽ അതിന് ട്രംപ് വ്യക്തമായ നിഷേധം അറിയിച്ചതോടെ അനിശ്ചിതത്വം തുടരുകയാണ്. ഇറാന്റെ രാഷ്ട്രീയ ഘടനയിൽ സുപ്രീം ലീഡറുടെ സ്ഥാനത്തിന് വലിയ പ്രാധാന്യമുള്ളതിനാൽ ആ സ്ഥാനത്തെ ചുറ്റിപ്പറ്റിയുള്ള അഭ്യൂഹങ്ങളും അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. നിലവിലെ സുപ്രീം ലീഡർ മുജ്തബ ഖമേനിയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി, അവകാശ പാരമ്പര്യം തുടങ്ങിയ വിഷയങ്ങൾ പലപ്പോഴും ചർച്ചയാകാറുണ്ട്. ഈ സാഹചര്യത്തിൽ മുജ്തബ ഖമേനിയെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ശക്തമാക്കുകയും ചെയ്തു. ഫ്ലോറിഡയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ട്രംപ്. ഇറാനിയൻ ഭരണകൂടത്തിന്റെ മൂന്നാം നിരയെ വരെ തങ്ങൾ ഇല്ലാതാക്കി എന്ന് പറഞ്ഞ ട്രംപ്, ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നതും നേതാവായി കരുതുന്നതുമായ ഒരാളുമായി ഞങ്ങൾ ഇടപെടുന്നു. നിങ്ങൾക്കറിയാം, അത് കുറച്ച് കഠിനമാണ് എന്നും കൂട്ടിച്ചേർത്തു. ചർച്ചകളിൽ സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്ണർ എന്നിവർ പ്രധാന പങ്ക് വഹിച്ചതായും ട്രംപ് വ്യക്തമാക്കി. എന്നാൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് പങ്കെടുത്തവരെ സംബന്ധിച്ച് അദ്ദേഹം സൂചനകളൊന്നും നൽകിയില്ല. മുജ്തബ ഖമേനിയെ നേതാവായി താൻ കണക്കാക്കുന്നില്ല എന്നും ട്രംപ് പറഞ്ഞു. ഇടയ്ക്കിടെ പ്രസ്താവന പുറത്തുവരും, എന്നാൽ അദ്ദേഹം ജീവനോടെ ഉണ്ടോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല എന്നും പ്രസിഡന്റ് പറഞ്ഞു. അതേസമയം ട്രംപിന്റെ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിഫാവുമായി ചർച്ച നടത്തിയതായി ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ ഉപദേഷ്ടാവും ജാരഡ് കുഷ്ണർ മരുമകനുമാണ്. ഇറാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹോർമൂസ് കടലിടുക്കിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു ഉടമ്പടിയിലെത്തിയാൽ അത് ഉടൻ തുറക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. ഹോർമൂസ് വീണ്ടും തുറന്നു കഴിഞ്ഞാൽ ആരാണ് നിയന്ത്രിക്കുക എന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സംയുക്തമായി നിയന്ത്രിക്കപ്പെടുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒരുപക്ഷെ ഞാനും ആയത്തുള്ള ആരാണോ അതനുസരിച്ച് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൂടാതെ വളരെ ഗൗരവമേറിയ രീതിയിലുള്ള ഭരണമാറ്റവും ഉണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു. സംഘർഷത്തിന്റെ ആദ്യ മണിക്കൂറുകളിലെ പ്രഹരങ്ങൾ ഇറാനിലെ മുതിർന്ന പല നേതാക്കളെയും ഇല്ലാതാക്കി. ഓട്ടോമാറ്റിക്കായി തന്നെ ഒരു ഭരണമാറ്റം നടക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനുമായി അമേരിക്ക ഫലപ്രദമായ സംഭാഷണങ്ങൾ നടത്തുന്നുണ്ടെന്നും അത് ഏതാണ്ട് പ്രധാന ഉടമ്പടിയിലേക്ക് എത്തുന്നുണ്ടെന്നും ട്രംപ് അവകാശപ്പെട്ടു. ചർച്ച നടത്തിയെന്ന തന്റെ അവകാശവാദത്തെ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം തള്ളിയതിനെ കുറിച്ചും ട്രംപ് പ്രതികരിച്ചു. ടെഹ്റാനിലെ ആശയവിനിമയ സംവിധാനങ്ങൾക്ക് തകരാർ സംഭവിച്ചിട്ടുണ്ട്. ചർച്ചകളിൽ പങ്കെടുത്തവർക്ക് ഭരണകൂടത്തിലെ മറ്റാളുകളുമായി ബന്ധപ്പെടാൻ കഴിയില്ല എന്നാണ് ട്രംപ് ഇതിന് നൽകിയ വിശദീകരണം. ഇറാന്റെ ഏറ്റവും വലിയ വൈദ്യുതി ഉൽപാദന കേന്ദ്രം ആക്രമിക്കാൻ ചൊവ്വാഴ്ച രാവിലെ താൻ അനുമതി നൽകിയിരുന്നെന്നും എന്നാൽ ഇറാൻ ഒരു കരാർ ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു എന്നുമാണ് ട്രംപിന്റെ അവകാശവാദം. കരാർ നന്നായി നടന്നാൽ ഞങ്ങളത് പരിഹരിക്കുമെന്നും അല്ലെങ്കിൽ അവരുടെ ഹൃദയം തകർത്തുകൊണ്ടുള്ള ബോംബിടൽ തുടരുമെന്നും ട്രംപിന്റെ ഭീഷണിയും ഉയർന്നു. വെനസ്വേലയിൽ വൈസ് പ്രസിഡന്റ് അമേരിക്കയുമായി ഇടപെടുന്നത് പോലെ ഇറാന്റെ സ്ഥിതി മെച്ചപ്പെടുമെന്നും ട്രംപ് പ്രത്യാശ പ്രകടിപ്പിച്ചു. കരാറിലെ 15 കാര്യങ്ങളിൽ ഇറാൻ സമ്മതം അറിയിച്ചിട്ടുണ്ടെന്നും അതിൽ ആണവായുധം നേടില്ല എന്നുള്ളതുണ്ടെന്നും ട്രംപ് പറഞ്ഞു. കരാർ നടപ്പിലായാൽ ഇസ്രയേലിനും സന്തോഷകരമായിരിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ട്രംപിന്റെ പരാമർശം ഇറാനുമായി പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന്റെ സൂചനയായിരിക്കാം. അതേസമയം വ്യക്തതയില്ലാത്ത പ്രസ്താവനകൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ ആശങ്കയും ആശയക്കുഴപ്പവും ഒരേ സമയം സൃഷ്ടിക്കാനിടയാക്കും. ഈ സംഭവത്തിൽ നിന്ന് വ്യക്തമായ ഒരു നിഗമനം നേടാൻ കൂടുതൽ ഔദ്യോഗിക വിവരങ്ങളും സ്ഥിരീകരണങ്ങളും ആവശ്യമാണ്. അതുവരെ ഈ വിഷയത്തിൽ ഉയർന്നു വരുന്ന എല്ലാ അഭ്യൂഹങ്ങളും സൂക്ഷ്മമായി വിലയിരുത്തേണ്ടതുണ്ട്. ഇറാൻ ബന്ധങ്ങളുടെ ഭാവി ഈ ചർച്ചകളുടെ ദിശയെ ആശ്രയിച്ചിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത.